നമുക്ക് കോട്ടണിലും കോട്ടയിലും ഒക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പം ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് പാറ്റേൺസിലും വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ 3 പേരെ വെച്ച്, അതായത് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേരെ വെച്ച് ടോട്ടൽ 9 പേർക്ക് നമ്മൾ നറുക്കിട്ട് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും. അപ്പം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ 9 സാരി ഗിവ് അവേ വിന്നേഴ്സിൻ്റെയും സാരീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പോവുകയാണ്. 9 പേർക്ക് 3 പേര് വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന് 3 പേർക്ക്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 3 പേർക്ക്, യൂട്യൂബിൽ നിന്ന് 3 പേർക്ക്, മൊത്തം 9 പാർസൽ 9 പേർക്ക് ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. അമ്മണി വാവച്ചൻ, റിനി ജോർജ്, ശ്രീലത എസ്, ഇവരുടെ എല്ലാം പാർസൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഇന്ന് തന്നെ. അപ്പോൾ ഈ സാരി ഗിവ് അവേയിൽ ഈ 9 പേരാണ് ജയിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേര് വെച്ച് മൊത്തം 9. അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതേപോലത്തെ ഗിവ് അവേസ് ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് സാരീസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ജയിക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏത് ചാനലിലാണോ കാണുന്നത്, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക. റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാ മാസവും ഓരോരോ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. 3 പേരെ വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ 9 പേർക്ക് എല്ലാ മാസവും സാരീസ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബേജ് ടോൺ ആണ്. ബേജ് ടോണിൽ ഇതേപോലെ ബോർഡറിലും എംബ്രോയിഡറി വന്നിട്ടുണ്ട്, അതേപോലെ ബോഡിയിലും ഇതേപോലെ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. 1550 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. അതിൻ്റെ ബോർഡറും മുന്താണിയും ആ വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫുൾ ബോഡി, ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ഹാഫ് പോർഷൻ അങ്ങനെയല്ല, ഇത് ഫുൾ ബോഡിയിൽ ഇങ്ങനെ വർക്ക്. നമ്മൾ ഫസ്റ്റ് കുത്തുന്ന ഭാഗത്താണ് വർക്ക് ഇല്ലാത്തേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഈ ഒരു വർക്ക് വരും. സെയിം ടോണിൽ വരുന്ന ഒരു കോട്ടണിൽ വന്നിരിക്കുന്ന ബ്ലൗസും അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. 1550 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ആഷ് കളർ, സെയിം പാറ്റേൺ, 1550 1550 ഇതിൻ്റെ റേറ്റ് വരുന്നത്. കോട്ടണിൽ വന്നിരിക്കുന്ന സാരീസാണ്. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഒരു റെഡിൻ്റെ ഒരു ടോൺ, 1580 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിങ്ങനെ ഭയങ്കര തെളിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് റെഡ് അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു റെഡാണ്. അതിനകത്ത് ഇതേപോലെ എംബ്രോയിഡറി വർക്ക്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്, സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഇതിനകത്തും നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഈ ഒരു വർക്കാണ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡിയിൽ നമുക്കിങ്ങനെ ഈ ഒരു വർക്ക് വരും. 1550 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ചെറുതായിട്ടൊരു മെറൂണൊക്കെ ചേർന്ന പോലത്തെ ഒരു റെഡാട്ടോ. ഇങ്ങനെ ഭയങ്കര തെളിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് റെഡല്ല, നല്ല കളറാണ്. അടുത്തത് വരുന്നത് സെയിം കളറിൽ തന്നെ വേറൊരു വർക്ക് ഡിഫറെൻ്റ് ആണ്. 1580 1580 ഇതാണ്. മുന്താണിയിലേക്കും ആ വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ. ഈ ലൈറ്റ് ബ്ലൂ ഒക്കെ ചിലപ്പം വീഡിയോയിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ട് തോന്നും കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ലൈറ്റ് ബ്ലൂവിൻ്റെ. ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. 1500 ഇതിൻ്റെ റേറ്റ് വരുന്നത് 1490 1490 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1490. അടുത്തത് വരുന്നത് ഒരു സീ ഗ്രീൻ ടോൺ. ഇതൊരു കോട്ട മെറ്റീരിയലാണ്. സീ ഗ്രീൻ ടോൺ, ഇതിനകത്ത് 1580 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ സെയിം ടോണിൽ വരുന്ന ഒരു ബ്ലൗസും ഇതിനകത്ത് അറ്റാച്ച്ഡാണ്. സീ ഗ്രീനിലാണ് സാരി വരുന്നത്. വീഡിയോയിൽ ലൈറ്റായിട്ടാണ് തോന്നുന്നത്.
ഉള്ളതിലും ലൈറ്റ് കളറാണ്. ഈ വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്ററായിട്ടാട്ടോ തോന്നുന്നത്, അത്രയും ലൈറ്റ് അല്ല കേട്ടോ. ഇതൊക്കെ നല്ല ഷെയ്ഡാണ്, സീ ഗ്രീൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. അടുത്തത് വരുന്നതും ലൈറ്റ് ബ്ലൂ. ഇതേ ലൈറ്റ് ബ്ലൂ 1580. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെയൊക്കെ ഷെയ്ഡ്, ഭയങ്കര രസമാണ്. ലൈറ്റ് ബ്ലൂ എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ വീഡിയോയിൽ ഇച്ചിരി ലൈറ്റായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. 1580. അടുത്തത് വരുന്നത് ഇതേ കോട്ടണിൽ തന്നെ ഒരു പീച്ച് ടോണിൽ ഇതേപോലെയാണ് എംബ്രോയ്ഡറി. 1450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ മുന്താണിയിലേക്കും ഈ വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. പീച്ച് ടോണാണ്. ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഇതേപോലെ തന്നെ വരും. പീച്ച് ടോൺ 1450. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ബേബി പിങ്ക്, സെയിം ഡിസൈൻ തന്നെ ബേബി പിങ്ക് 1450. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ്. അടുത്തത് വരുന്നത് അല്പം ഒരു ബേജ് ടോണാണ്, സ്ലൈറ്റ്ലി ഒരു എന്തോ ഒരു യെല്ലോയുടെ ഒരു ബ്ലെൻഡും കൂടെ ചേർന്ന പോലെയുള്ളൊരു ബേജ് ടോൺ. ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1680. സെയിം ടോണിൽ വരുന്ന ബ്ലൗസ് പീസും അറ്റാച്ച്ഡാണ്. ഇപ്പോഴാട്ടോ കറക്റ്റ് കളറ്. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ബേജ് തന്നെയാണ്, സ്ലൈറ്റ്ലി ഒരു യെല്ലോ ബ്ലെൻഡ് ചെയ്ത പോലെയുള്ളൊരു ബേജ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു പിങ്ക്. ഇതിൻ്റെ ബോർഡർ ഡിസൈൻ ഇങ്ങനെ ഒരു 1150 ഇതിൻ്റെ റേറ്റ് വരുന്നത്. കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന സാരി 1150. ഇതിൻ്റെയൊക്കെ ബോഡിയിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഈ ഒരു വർക്ക് തന്നെ ബോഡി. ഇതതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. 1150. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ, ഇതേ 1150. ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ ഇതൊക്കെ. അടുത്ത് വരുന്ന അതിൻ്റെ പിങ്ക് 1150. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് തോന്നും കേട്ടോ, അത്രയും ലൈറ്റ് അല്ല. കോട്ടായാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1580 കേട്ടോ. നല്ല രസമുള്ള വർക്കുമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ. അടുത്ത് വരുന്ന ഗ്രേ ഷെയ്ഡ് 1580. ഗ്രേ ഷെയ്ഡ്. സെയിം ആണോ? അല്ലേ. അടുത്തത് വരുന്നത് അതിലാദ്യം കാണിച്ചത് ഒരു സീ ഗ്രീൻ ആയിരുന്നു, ഇതിന് മുൻപ് കാണിച്ചത്. ഇതൊരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ. അതൊന്ന് കാണിച്ചത്. അല്ല ഇത് ഞാൻ ഗ്രേക്ക് തൊട്ട് മുന്നേ കാണിച്ചത് ഈ ഷെയ്ഡ്. ഇതൊരു സെയിം അല്ലേ? അല്ല, വർക്കിൽ മാത്രമുള്ള വ്യത്യാസം. ഇതിനകത്ത് ഇങ്ങനെ സിംഗിൾ ഫ്ലവറാണ്.
ഇതുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ 3 ഫ്ലവർ വന്നിരിക്കുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. കളർ സെയിം കേട്ടോ. അടുത്തത് വരുന്നത് കോട്ടണിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന സാരിയാണ്. ഇതാണ് മുന്താണി വരുന്നത്. ഇതൊരു ചെറുപയർ വെച്ചയുടെ ഒരു ഗ്രീൻ ടോൺ. അതിൻ്റെ മുന്താണിയിൽ ഓൾ ഓവർ ദ മുന്താണി ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1580 അപ്പോൾ ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡിയിലും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓൾ ഓവർ ദ സാരിയിൽ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടോ, ഫസ്റ്റ് കുത്തുന്ന ഭാഗത്ത് വർക്കില്ല, ബാക്കി എല്ലായിടത്തും ആ വർക്ക് വരുന്നുണ്ട് കേട്ടോ. 1580. സെയിം ടോണിൽ വരുന്ന ബ്ലൗസ് പീസ്, കോട്ടണിൽ വരുന്ന ബ്ലൗസ് പീസ്. അടുത്ത് വരുന്ന അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ഇതിനകത്ത് ഇങ്ങനെ നല്ലൊരു റെഡിലാണ് ആ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇത് മുന്താണിയിൽ ഇങ്ങനെ ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ പ്യുർ കോട്ടണിൽ വന്നിരിക്കുന്ന സാരീസാണ് ഇതെല്ലാം. അടുത്തത് വരുന്നത് ഒരു റെഡിൻ്റെയൊക്കെ നല്ലൊരു ടോണാട്ടോ ഇത്. ഒരു ചില്ലി റെഡോ അങ്ങനെ ഒരു ചേർന്ന ഒരു ഇച്ചിരി പിങ്ക് ചേർന്ന പോലുള്ള റെഡ്, അങ്ങനത്തെ ഒരു ടോൺ. ഇതാണ് സാരി വരുന്ന. അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇവിടെയാട്ടോ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് മുന്താണി. ഇതാണ് മുന്താണിയുടെ. ഇതിനകത്ത് ബ്ലാക്കാണ് ഡിസൈൻ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സെയിം 1580. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസ്. കോട്ടണും കോട്ടായും കാണിച്ചിട്ടുണ്ട്, രണ്ടും സാരീസും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.